ആരാകും കോടീശ്വരൻ? 20 കോടി രൂപയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ നറുക്കെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. 20 കോടി ഒന്നാം സമ്മാനത്തിനൊപ്പം 20 പേർക്ക് 1 കോടി വീതം രണ്ടാം സമ്മാനവുമുണ്ട്. അച്ചടിച്ച 50 ലക്ഷം ടിക്കറ്റുകളിൽ 45 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റുപോയി. നാളെ ഉച്ചയ്ക്ക് ധനമന്ത്രിയാണ് ഭാഗ്യവാനെ നറുക്കെടുക്കുക. ഓണം ബമ്പർ അടിച്ച കിഴക്കേക്കോട്ടയിലെ ഭഗവതി ലോട്ടറി ഏജൻസിയിൽ നിന്ന് ആദിൽ പാലോട് തയ്യാറാക്കിയ റിപ്പോർട്ട്. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഭാഗത്തെ കടകളിലൊക്കെ വലിയ തിരക്കാണുള്ളത്. ഇവിടെ 1ഉം 2ഉം സ്ഥാനങ്ങളൊക്കെ സ്ഥിരം അടിക്കുന്ന കടകളാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ടിക്കറ്റുകൾ എടുക്കാൻ വലിയ ആളുകളുടെ തിരക്ക് നമുക്കിവിടെ കാണാനാകുന്നുണ്ട്. 50 ലക്ഷം ടിക്കറ്റുകൾ വന്നതിൽ 45 ലക്ഷത്തിലേറെ ടിക്കറ്റുകൾ ഇതുവരെ വിറ്റുപോയി എന്നുള്ളതാണ് ഭാഗ്യക്കുറി വകുപ്പിന്റെ കണക്ക്. നാളെ ഉച്ചയ്ക്ക് നറുക്കെടുക്കുമ്പോൾ ആരാകും കോടീശ്വരൻ എന്നുള്ള ചോദ്യമാണ് ആകാംക്ഷയായി നിലനിൽക്കുന്നത്. ചേട്ടാ, എവിടെ നിന്ന് വരുന്നു? മാർത്താണ്ഡം. തമിഴ്നാട്ടിൽ നിന്ന് വരുവാണ്. ടിക്കറ്റ് എടുക്കാൻ വന്നതാണോ? അതിന് തന്നെ. മുമ്പ് എപ്പോഴെങ്കിലും അടിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് 500, 1000, 2000 ഒക്കെ അടിച്ചിട്ടുണ്ടോ? ബമ്പർ സ്ഥിരം എടുക്കുമോ? ബമ്പർ സ്ഥിരം എടുക്കും, പക്ഷെ അടിച്ചിട്ടില്ല. ഇതൊരു പ്രതീക്ഷ. എത്ര ടിക്കറ്റ് എടുക്കും? 1, 2 ടിക്കറ്റ്. 2 ടിക്കറ്റുകൾ കണക്കാക്കി വന്നതാണ്. നമ്പർ നോക്കിയാണോ എടുക്കുന്നത്? ഒരു നമ്പർ നോക്കി എടുക്കും. ഇഷ്ടപ്പെട്ട നമുക്ക് ഇഷ്ടപ്പെട്ട നമ്പർ നോക്കി എടുക്കും. ചേട്ടനോ? അങ്ങനെ തന്നെ. ഇപ്പൊ നമ്പറെല്ലാം എടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നമുക്ക് അടിക്കുന്ന നമ്പറെല്ലാം വേണം. ഈ ലോട്ടറി കച്ചവടം നടത്തുന്ന ആളാണ് അല്ലേ? എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല എന്നുള്ളതാണോ? നല്ലതെന്നാണോ? നല്ലതാണ്. നല്ല കച്ചവടം. ഇപ്പൊ പ്രൈസും കൂടുതലുണ്ട്. ആളുകളൊക്കെ വാങ്ങാൻ നല്ല താല്പര്യമുണ്ട്. ചിലർക്ക് താല്പര്യമുണ്ട്, ചിലർ ഭാഗ്യാന്വേഷികൾ കൂടുതലാണ്. നറുക്കെടുപ്പ് നാളെ ഉച്ചയ്ക്കാണ്. നറുക്കെടുക്കുമ്പോൾ ആരാകും കോടീശ്വരൻ? അത് തിരുവനന്തപുരത്തേക്ക് തന്നെ വരും. അതെ അതെ, എല്ലാരും പറയുന്നത് തിരുവനന്തപുരത്തേക്ക് തന്നെ കോടി വരും എന്നുള്ളതാണ്. ഇത് ഭഗവതി ലോട്ടറീസ് ആണ്. ഇവിടെയാണ് 25 കോടിയുടെ ഒന്നാം സമ്മാനം ഓണം ബമ്പർ, തിരുവോണം ബമ്പർ അടിച്ചിട്ടുള്ള ലോട്ടറി കടയാണിത്. ഏതായാലും ഇവിടെ വലിയ തിരക്കുണ്ട്. ആളുകളൊക്കെ വാങ്ങാൻ എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആർക്കാകും ഈ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ അടിക്കുക എന്ന ആകാംക്ഷയ്ക്ക് വിരാമമാകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. വീഡിയോ ജേർണലിസ്റ്റ് വിപിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടിൻ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.